ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ കാവേരി വീണ്ടും സംശയത്തോടെ തൻ്റെ ബാഗിൽ മൊബൈലും ഡയറിയും തിരഞ്ഞു നോക്കുകയാണ്. അതിലില്ലെന്നറിഞ്ഞ് അവൾ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ജയപാലൻ വിളിച്ചു പറയുന്നത്, വെറുതെ സമയം മിനക്കെടുത്തേണ്ടടി, അതിനകത്ത് ഒരു പിണ്ണാക്കുമില്ലെന്ന് പറഞ്ഞ് ജയപാലൻ രാഗിണിയും അവളുടെ അടുത്തേക്ക് നടന്നു വരികയും അവൾ സംശയത്തോടെ നോക്കി നിൽക്കെ, ജയപാലിനെതിരെയുള്ള തെളിവുകളല്ലേ മോളെ, അത് ഭസ്മമായി പോവും. ഉഗ്രമൂർത്തിയോടാ നിന്റെ കളി എന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ നീ പരമരഹസ്യമായി സൂക്ഷിച്ച ആ 2 സാക്ഷികളുണ്ടല്ലോ, ഒന്ന് എന്റെ ജോലിക്കാരൻ ശിവരാമനും പിന്നെ ബാങ്ക് മാനേജർ ജേക്കബും. രണ്ടിനും പണി കിട്ടി. അയ്യോ ഞാനല്ല, ആ ഉഗ്രമൂർത്തിയാ പണി കൊടുത്തത്. ശിവരാമൻ മൊഴി തരാൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോയതാ. അയാളുടെ ഭാര്യ വിളിച്ച് മുറിയിലിട്ട് പൂട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ മൊബൈൽ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തങ്ങ് വെച്ചു. 500-ന്റെ 2 നോട്ട് കണ്ടാലേ ഭാരതി കാല് മാറുമെന്ന് നിനക്കറിയാലോ. പിന്നെ ബാങ്ക് മാനേജർ ജേക്കബ്, അയാൾ ബൈക്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ. വേറൊരു ബൈക്ക് വന്ന് അയാളെ അങ്ങ് തട്ടിയിട്ടു. തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ ഏതാ പരുവമെന്നൊന്നും അറിയാൻ പറ്റില്ല. ജേക്കബ് ഇനി മൊഴി തരാൻ ഇങ്ങോട്ട് വരുമോ അതോ വിസ അടിച്ചിന് ചിത്രഗുപ്തന്റെ അടുത്തേക്ക് പോവോ, എല്ലാം ഭഗവാൻ അറിയാം. ജയപാലൻ മോളെ, നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്താ ആ തോട്ടത്തിന്റെ കാര്യം. നീ അങ്ങ് മറന്നേക്ക്, അതാ നിനക്ക് നല്ലത് കേട്ടോ എന്ന് പറഞ്ഞ് ജയപാലൻ പോവാൻ തുടങ്ങുമ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. എടാ നീ വരുന്നുണ്ടോടാ എന്ന് ജയപാലൻ ചോദിക്കെ, ബൈക്കുണ്ടെന്ന് നിവിനും. അവൻ ടെൻഷനോടെ കാവേരിയെ നോക്കുമ്പോഴേക്കും അവൾ മുഖം തിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ച് ജയപാലനും, ഡാ ഇവിടെ കറന്നധികം ചുറ്റിക്കറങ്ങാതെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്, വല വീശി പിടിക്കാനായിട്ട് ആള് റെഡിയായിട്ട് നിൽക്കുക എന്ന് ജയപാലൻ പറയുന്ന കേൾക്കെ ചിരിയോടെ, അച്ഛാ ഞാൻ നിവിന്റെ കൂടെ വരട്ടെ എന്ന് രാഗിണി ചോദിക്കും. എനിക്ക് വേറെ 1-2 ഇടത്ത് പോവാനുണ്ടെന്ന് നിവിനും. വേറെ എവിടെ എന്ന് ജയപാലൻ ചോദിക്കും. എനിക്ക് എന്റേതായ ഫ്രീഡം ഇല്ല അങ്ങളെ എന്ന് നിവിനും ചോദിക്കും. അത് കല്യാണം വരെ, അതുവരെ മാത്രം. അത് കഴിയുമ്പോഴേ നിന്റെ വേറെ 1-2 ഇടത്ത് പോക്കുള്ളതേ ഞാൻ അങ്ങ് നിർത്തിക്കും കേട്ടോ. നീ വാടി മോളെ എന്ന് വിളിച്ച് രാഗിണിയും കൂടെ ജയപാലൻ അവിടുന്ന് പോവുകയാണ്. ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുന്ന കാവേരിന്ന് നിവിൻ വിളിക്കുമ്പോഴേക്കും കാവേരി ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുകയാ. കാവേരി, എനിക്ക് ചിലത് പറയാനുണ്ട് എന്നവൻ പറയുമ്പോഴേക്കും അവന്റെ തോളത്ത് വിനീതിന്റെ കൈ വന്ന് പതിക്കുക. നിവിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ, എന്താണ് നിനക്ക് പറയാനുള്ളത്? അരവിന്ദൻ അമ്മാവൻ വാങ്ങിയ തോട്ടം നിന്റെ ജയപാലൻ അങ്കിളിനെ വിട്ടു തരണമെന്നോ, അത് നിനക്ക് സ്ത്രീധനമായി കിട്ടാനുള്ളതാണെന്നോ എന്ന് വിനീത് ചോദിക്കെ, വിനീതെ ഞാൻ എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട് നിവിൻ. താൻ പോടോ, ഇവിടെ വെച്ചൊരു പ്രശ്നമുണ്ടായില്ലേ, പിടിച്ചു മാറ്റാൻ പോലീസുകാരുണ്ടാവില്ല, കൈ വെച്ചാൽ അങ്ങ് കൊണ്ടുപോകും വിനീത് എന്ന് വിനീത് ഭീഷണിപ്പെടുത്തുന്നവൾക്ക് വിനീതേട്ടാ എന്ന് താക്കീതോടെ വിളിക്കുക കാവേരി. ഗംഗ പെട്ടെന്ന് ചെന്ന് സ്കൂട്ടിയെടുത്ത് കാവേരിയെ വിളിച്ച് അവിടുന്ന് പോവുകയാണ്. സ്കൂട്ടിയിൽ പോകുന്ന കാവേരി തിരിഞ്ഞു നോക്കുമ്പോഴും ടെൻഷനോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ നിവിനും. വിനീതും അവിടുന്ന് പോകുമ്പോഴേക്കും ചാരുലത അങ്ങോട്ട് വരുന്നുണ്ട്. നിവിൻ, എന്തിനാടാ നീ ഇങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കി വീർപ്പ് മുട്ടുന്നേ? അവൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് നീ സ്വയം കുറ്റക്കാരനാവുകയും ചെയ്യും. നിനക്ക് എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അവള് നിന്റെ ജീവന്റെ ജീവനാണെന്നുള്ള കാര്യമടക്കം. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ഇടപെടാം എന്ന് ചാരു ചോദിക്കേ. ഏയ് വേണ്ട ചാരു, നിളയുടെ ഓപ്പറേഷനും മറ്റു പ്രശ്നങ്ങളുമായി ആകെ താറുമാറായി കിടക്കുക കാവേരിയുടെ മനസ്സ്. അച്ഛന്റെ വിയർപ്പും ചോരയുമൊക്കെ തന്റെ അനിയത്തിയുടെ ജീവന് പോലും ഉപകരിച്ചില്ലല്ലോ എന്നുള്ള വിഷമം. കാവേരിക്ക് ആ തോട്ടം തിരികെ വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചാൽ മാത്രം മതി നീ ചാരു. ബാക്കിയെല്ലാം സാവകാശം ഞാൻ കാവേരിയോട് പറഞ്ഞോളാം, അതുവരെയെല്ലാം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞവൻ തന്റെ വണ്ടിയും എടുത്ത് അവിടുന്ന് പോവുകയാണ്. കോളേജിൽ തന്റെ ക്ലാസ്സിലിരിക്കുന്ന യമുനയുടെ ക്ലാസ് റൂമിന് പുറത്തുകൂടി പോവുകയാണ് വിശാലും ഹർഷനും മിലനും. മുന്നിൽ പോയ വിശാലിനെ ക്ലാസ് റൂമിലേക്ക് ശ്രദ്ധിച്ച്, അളിയ നിന്റെ എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുക ഹർഷൻ. അവളെ ഒന്ന് നോക്കി, എടാ ഒന്ന് ചുമ്മാ തിരിയടാ എന്ന് വിശാലും പറയുകയാണ്. അതെന്താ എക്സ് അല്ലേ എന്ന് അവന്റെ ഫ്രണ്ട് ചോദിക്കുക. ആ പേരിന് പോലുമുള്ള ക്വാളിഫിക്കേഷൻ അവൾക്കില്ല എന്ന് വിശാലും പറയുന്നുണ്ട്. പിന്നെന്താടാ നീ അവൾക്ക് മാത്രം കാർഡ് കൊടുക്കാത്തത് എന്ന് മിലൻ ചോദിക്കേ. അതൊക്കെ ഞാൻ വിട്ടുപോയതാ, നീ വന്നേന്ന് അവരെ വിളിച്ച് യമുനയുടെ അടുത്തേക്ക് പോവുകയാണ്. യമുനയുടെ കൂടെ ഇരിക്കുന്ന അതിനെ വിളിച്ച്, ഹായ് അലീന, പിന്നെ എന്റെ ചേച്ചിയുടെ കല്യാണമാണ് എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഫാമിലി ആയിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരി സ്വപ്നയ്ക്കും ഒരു കാർഡ് കൊടുക്കുക. വീട്ടുകാരെ കൂട്ടം മറക്കല്ലേ എന്ന് അവളെയും ഓർമ്മിപ്പിച്ച് അപ്പുറത്തിരിക്കുന്ന ആവണിയുടെ അരികിലേക്ക് ചെന്ന്, ആവണിയോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കല്യാണ തീയതി 29-ന്, സ്ഥലം ഈ കാർഡിലുണ്ടെന്ന് പറഞ്ഞ് അവൾക്കും കാർഡ് കൊടുത്ത്, പിന്നെ ഫാമിലിയായി റിസപ്ഷനൊക്കെ പങ്കെടുത്തിട്ട് പോവാവൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുന്ന യമുനയൊന്നും ശ്രദ്ധിച്ച് അർഹതപ്പെട്ടവരെ വിളിക്കുന്നുള്ളൂ. പിന്നെ കല്യാണത്തിന് വരുന്നവരെ ഈ കാർഡ് കൂടി കൊണ്ടുവരണേ. ആവശ്യമില്ലാത്തവർ വന്ന് തള്ളിക്കയറാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അഗതികൾക്കും അനാഥർക്കും ഒക്കെ ഉള്ളത് വൈകിട്ടുണ്ടായിരിക്കും. കാർഡ് കിട്ടാത്തവർക്കും ആ കൂട്ടത്തിൽ വന്ന് ഉണ്ടിട്ട് പോവാം എന്ന് യമുനയെ നോക്കി അർത്ഥം വെച്ച് പറഞ്ഞ് തന്റെ കൂട്ടുകാരെയും വിളിച്ച് അവിടെ നിറങ്ങുകയാ വിശാൽ. കൂടെ ഇരിക്കുന്ന അദീന യമുനയോടായി പറയുന്നുണ്ട്, അവൻ പകരം വീട്ടിയതാ, അതുകൊണ്ടാ നിന്നെ ഇൻവൈറ്റ് ചെയ്യാത്തതെന്ന്. ഇവിടെ പ്യൂൺ മുതൽ പ്രിൻസിപ്പാൾ വരെയുള്ള എല്ലാ സ്റ്റാഫുകളെയും അവന്റെ അച്ഛൻ നേരിട്ട് വന്ന് വിളിച്ചു എന്നതിനെ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ യമുനയും, ആർക്ക് വേണമെടി അവന്റെ സദ്യയും ക്ഷണവും ഒക്കെ,
അവനും അച്ഛനും കൂടി ഇരുന്ന് മൊത്തം വെട്ടി വിഴുങ്ങിക്കോട്ടെ. പിന്നെ അവന്റെ ചേച്ചിയുടെ കാര്യം, അവളാണെങ്കിലേ ഹൊറിബിളാ. അവളെ കെട്ടാൻ വരുന്നത് ഏത് വായി നോക്കിയാണെങ്കിലും അവന്റെ കാര്യം പോക്കാം എന്ന് യമുന പറയുമ്പോഴേക്കും അദീന ആ കാർഡ് എടുത്ത് വായിക്കുക. അവളൊരു ഞെട്ടലോടെ യമുന നീ ഈ കാർഡൊന്ന് നോക്കിയേ എന്ന് പറയുന്നുണ്ടെങ്കിലും യമുന അത് മൈൻഡ് ചെയ്യാതിരിക്കെ ഒന്ന് നോക്കടി എന്ന് നിർബന്ധിച്ച് ആ കാർഡ് അവളുടെ നേരെ നീട്ടുകയാ അദീന. അവളത് നോക്കുമ്പോഴാണ് കാണുന്നത് രാഗിണി വെഡ്സ് നിവിൻ. എന്താടി കാണുന്നതെന്ന് അദീന ചോദിക്കെ ടെൻഷനോടെ യമുനയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി എന്ന് യമുന പറയുന്നുണ്ട്. അയാൾ നിന്നെ പറ്റിച്ചോടി എന്നതിനെ ചോദിക്കുന്നവൾക്ക് യമുനയും ടെൻഷനോടെ എഴുന്നേറ്റ് തന്റെ മൊബൈൽ എടുത്ത് നിവിനെ വിളിക്കുക. യാത്രയിലായിരുന്ന നിവിനും വണ്ടി നിർത്തി യമുനയുടെ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ നിവിനേട്ടാ, എനിക്ക് ഇപ്പോൾ ഒന്ന് കാണണം എന്നവൾ ടെൻഷനോടെ പറയുന്നത് കേൾക്ക് എന്താ ആ വിശാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് നിവിനും ചോദിക്കുക. ഇല്ലെന്ന് അവൾ പറയേ. പിന്നെ നിളയ്ക്ക് എന്തെങ്കിലും കുഴപ്പം എന്നവൻ ചോദിക്കുന്നു. അതൊന്നുമല്ല, എനിക്കിപ്പോ കണ്ടേ പറ്റൂ, വരാൻ പറ്റുമോ എന്ന് യമുന ചോദിക്കും. യമുന ഇപ്പൊ എവിടെയുണ്ടെന്ന് നിവിൻ ചോദിക്കുക. ഞാൻ കോളേജിലാ, വരുമ്പോ വിളിച്ചാൽ മതി. പുറത്തോട്ട് വരാമെന്ന് യമുന പറയേ. ശരി, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് നിവിൻ കോൾ വെക്കുകയാ. യമുന കോൾ വെച്ച് കഴിയുമ്പോഴേക്കും അതിനെ അങ്ങോട്ട് വന്ന് ഡി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇപ്പൊ വരും, നേരിട്ട് ചോദിക്കാലോ. എനിക്കുറപ്പാ നിവിനേട്ടൻ എന്നെ ചതിക്കില്ലെന്ന് യമുനയും പറയും. പറയാൻ പറ്റില്ലടി, വിശാലിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചത്, അവരൊരേ ചോരയല്ലേ എന്നതിനെ പറയുന്നത് കേട്ട് തളർച്ചയോടെ നിൽപ്പാ യമുന. പിന്നീട് നിവിനെ മീറ്റ് ചെയ്യുകയാണ് യമുന. അവന്റെ കയ്യിലേക്ക് കാർഡ് കൊടുത്ത് ഇതെന്താണെന്ന് സമാധാനം പറയും എന്ന് യമുന ചോദിക്കുന്നവൾക്ക് യമുന ഇത്രയ്ക്ക് ദേഷ്യപ്പെടണമെങ്കിൽ ഞാനും കാവേരിയും ഒന്നിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പാവം എന്ന് നിവിനും മനസ്സിൽ ചിന്തിക്കുക. മറുപടി ഒന്നും പറയാനില്ലേ എന്ന് യമുന ചോദിക്കേ അവളുടെ നേരെ ആ കാർഡ് നീട്ടി. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല യമുന. അവളും ആ കാർഡ് വാങ്ങിച്ച് നടക്കാൻ പോകുന്നില്ലെന്നോ എന്ന് സംശയത്തോടെ ചോദിക്കും. നടക്കാത്ത കല്യാണത്തിനാണോ കാർഡ് അടിച്ച് നാടുനില ക്ഷണിക്കുന്നത് എന്നവൾ ചോദിക്കേ. രാഗിണിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇതിപ്പോ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധമാ. വീട്ടില് സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന് നിവിനും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞാ അച്ഛനമ്മമാരുടെ നിർബന്ധം കൂടി ആ രാഗിണിയെ കല്യാണം കഴിക്കും എന്ന് യമുന ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല, ഒരു പേടിയും വേണ്ട. ഈ അച്ഛന്റെയും അമ്മയുടെയും ഒരു ഇമോഷണൽ ഡ്രാമ എനിക്കതൊന്നും മറികടക്കണം, അത്രയേ ഉള്ളൂ എന്ന് നിവിനും. അപ്പോ ഈ കല്യാണം നടക്കില്ലല്ലോ അല്ലേ എന്ന് പ്രതീക്ഷയോടെ യമുനയും ചോദിക്കും. ഇല്ല യമുനെ, ധൈര്യമായിട്ടിരിക്കെ, ഇപ്പൊ പേടി മാറിയോ എന്നവൻ ചോദിക്കെ ആശ്വാസത്തോടെ പുഞ്ചിരിക്കുക യമുനയും. ആഗ്രഹിച്ചത് കൈവിടുമ്പോഴുള്ള സങ്കടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ആർക്കും അത് ഉണ്ടാവരുതെന്ന് യമുന പറയുന്നുണ്ട്. അത് കേൾക്കെ നിവിനും മനസ്സിൽ ചിന്തിക്കുക. സ്വന്തം ചേച്ചിയോട് എന്തൊരു സ്നേഹമായി കുട്ടിക്ക്. യമുന വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ടാ ഒരു നിമിഷത്തേക്ക് ഞാൻ സംശയിച്ചു പോയത്. നിവിനേട്ടനെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സോറി നിവിനേട്ടൻ എന്നവൾ പറയേ. ഇറ്റ്സ് ഓക്കെ എന്ന് നിവിനും പറയും. അപ്പോഴേക്കും അദീന തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുകയാ. അവളെ കണ്ട് ക്ലാസ് കഴിഞ്ഞതാണോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് യമുന പറയേ. ഞാൻ കൊണ്ടുവിടണോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. വേണ്ട എന്നവൾ പറയേ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞവൻ തന്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് ധൈര്യമായിട്ടിരിക്കെ. ഈ കല്യാണം നടക്കില്ല, ഞാനാ പറയുന്നത് എന്നുറപ്പിച്ചു പറഞ്ഞ് അവൻ തന്റെ വണ്ടിയും എടുത്തു പോവുക. അതിന് അവളുടെ അരികിലേക്ക് ചെന്ന് എന്തായിടി എന്ന് ചോദിക്കുക. നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചേ എന്ന് ദേഷ്യത്തോടെ യമുനയും ചോദിക്കും. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അതിനെ ചോദിക്കേ. നീ വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ നിവിനേട്ടൻ ഇപ്പോഴും ഇവിടുന്ന് പോവില്ല എന്ന് യമുനയും. കാര്യം എന്താണെന്ന് അറിയാനുള്ള ടെൻഷനിലായിരുന്നു ഞാൻ എന്ന് അതിനെ പറയാം. ഒന്നും പേടിക്കാനില്ല, വിശാലിന്റെ ചേച്ചിയെയൊന്നും നിവിനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് യമുനയും പറയുന്നുണ്ട്. ഇത് നിവിനേട്ടൻ പറഞ്ഞതാ എന്ന് അതിനെ ചോദിക്കേ. അതെ എന്ന് യമുനയും. നീ അത് വിശ്വസിച്ചോ എന്നതിനെ ചോദിക്കേ. പിന്നെ ആരെ വിശ്വസിക്കണം, നിന്നെയോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? നിവിനേട്ടൻ തേപ്പാണെന്ന്, എന്നെ കാണാൻ വരാൻ പോലും സാധ്യതയില്ലെന്ന് എന്ന് യമുന ചോദിക്കുക. സോറിഡി, ഞാൻ അങ്ങനെയാ കരുതിയതെന്ന് അതിനെയും. എന്നാലേ ഇനിയെങ്കിലും മനസ്സിലാക്കി, എല്ലാ ആണുങ്ങളെയും പോലല്ല നിവിനേട്ടൻ, ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന് യമുന പറയുന്നുണ്ട്. എന്നാലും കാർഡ് വരെ അടിച്ചതിനു ശേഷം എങ്ങനെ കല്യാണം മാറിപ്പോവാനാ എന്നതിനെ ചോദിക്കേ. അതിനൊക്കെ നിവിനേട്ടൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആ കാർഡ് അതിനിടെ കയ്യിലേക്ക് വെച്ച് ഈ സദ്യ ആരും ഉണ്ണാൻ പോകുന്നില്ല മോളെ, ഇതിനി ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി എന്ന് സന്തോഷത്തോടെ പറയുക യമുനയും. അതിനെയും ചോദിക്കുന്നുണ്ട്. എന്നാലും ഒരാണിനു വേണ്ടി എത്ര പെണ്ണുങ്ങളാടി രാഗിണി, നീ, നിന്റെ കാവേരി ചേച്ചി എന്ന് ചോദിക്കേ. രാഗിണിയുടെ കാര്യം ഇപ്പൊ ക്ലിയർ ആയല്ലോ, പിന്നെ കാവേരി ചേച്ചിയുടെ കാര്യം അത് വൺ വേ അല്ലേ, നിവിനേട്ടൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് യമുന പറയേ. പാവം എന്ന് അതിനെയും പറയുന്നുണ്ട്. എന്ത് പാവം? ഫ്രണ്ടിനെ ഫ്രണ്ടായിട്ട് കാണണം, കേറി പ്രേമിക്കാൻ ആര് പറഞ്ഞു എന്ന് യമുനയും ചോദിക്കുക. നിവിനേട്ടൻ ആ പ്രേമത്തിന്റെ കാര്യം അറിഞ്ഞിരുന്നെങ്കിലും എന്നതിനെ ചോദിക്കെ. അറിഞ്ഞിരുന്നെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിവിനേട്ടനെ എന്നെയെ കല്യാണം കഴിക്കുമെന്ന് യമുന പറയുന്നു. ഡീ അപ്പൊ ചെലവുണ്ടേ എന്ന് അതിനെ ഓർമ്മിപ്പിക്കേ. ചെലവേ ഒന്നല്ലടി രണ്ടാ. നിവിനേട്ടൻ എന്നോടുള്ള വാക്കു പാലിക്കുന്നതിനും ആ രാഗിണിയുമായുള്ള കല്യാണം മുടക്കുന്നതിനും വലിയ അഭിമാനത്തിലെ ചേച്ചിയുടെ കല്യാണം വിളിച്ചോണ്ട് നടക്കുകയല്ലേ ആ വിശാല്. അത് മുടങ്ങി കഴിഞ്ഞിട്ട് അവന്റെ മുഖം എനിക്കൊന്ന് കാണണമെന്ന് യമുന പറയുന്നു. ചെലവ് എത്ര വേണേലും ചെയ്തോ, ഞാൻ റെഡിയാണെന്ന് അതിനെ സന്തോഷത്തോടെ പുഞ്ചിരിക്കെ അവളെയും വിളിച്ച് നടന്നു നീങ്ങുക. അതിനെ അവിടെ റൂമിൽ ടെൻഷനോടെ നടക്കുകയാണ് വിനീത്. അലക്കിയ തുണികളുമായി അങ്ങോട്ട് വന്ന ഗംഗ ചോദിക്കുന്നുണ്ട്. ഇന്ന് കടയിൽ പോകുന്നില്ലെന്ന്, ഒരു മൂടില്ലെന്ന് വിനീത്. തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഗംഗയെ എന്നവൻ വിളിക്കേ. എന്താ വിനീതേട്ടാ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ലെന്ന് വിനീത്. അത് കേട്ടവൾ ശരിയെന്ന് പറയുമ്പോഴേക്കും വിനീത് വീണ്ടും ഗംഗേ എന്ന് വിളിച്ച് 1 മിനിറ്റ് എന്ന് പറയും. വിനീത് അവളുടെ അരികിലേക്ക് ചെന്ന്, അല്ല നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ പ്ലാൻ ചെയ്തു എന്ന് ടെൻഷനോടെ ചോദിക്കേ. പിന്നെ നിളമോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ എന്ന് ഗംഗ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കേ. എന്തിന് എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. എന്തിനെന്നോ? ഇവിടെയല്ലേ ഗംഗ എല്ലാം ഉള്ളത് എന്നവൻ ചോദിക്കേ. ഇവിടെ എന്താ ഉള്ളത് എന്ന് ഗംഗയും ചോദിക്കുന്നു. നമുക്കൊരു വീടുണ്ട്, അതിന്റെ കാര്യമോ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല വേറൊരു വീട് കൂടിയുണ്ട്, എന്റെ വീട്. പിന്നെ നമുക്കൊരു കടയുണ്ട്, എല്ലാം ഇവിടെയല്ലേ ഉള്ളത്. തിരുവനന്തപുരത്ത് നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല എന്ന് വിനീത് പറയേ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ വിനീതേട്ട കാര്യം എന്ന് ഗംഗയും ചോദിക്കുക. ഗംഗേ, നമ്മുടെ സ്വന്തം നാടാ പുഷ്പവാടി, ഞാനും നീയുമൊക്കെ ജനിച്ച നാട് എന്ന് വിനീത് ഓർമ്മിപ്പിക്കേ. അതിനിപ്പോ എന്താ, എല്ലാവരും അവർ ജനിച്ച നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഗംഗയും ചോദിക്കും. അല്ല, സിറ്റിയിലുള്ളവർ പോലും നാട് കാണാൻ ഇങ്ങോട്ടാ വരുന്നത്. ഗംഗേ, എത്ര തിരുവനന്തപുരംകാരാ പുഷ്പവാടി കാണാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് വിനീത് ചോദിക്കേ. വിനീതേട്ടാ, അവരൊക്കെ ജോലിയുള്ളവരാ, കയ്യിൽ കാശുമുണ്ട്. സിറ്റി ലൈഫിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നതേ ഉള്ളൂ. അതുപോലെയാണോ നമ്മുടെ കാര്യം എന്ന് ഗംഗയും. നമ്മൾ എന്തിനാ ഗംഗ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നത്? നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഇല്ലേ? വിഷപ്പുകയില്ലാത്ത കാറ്റ്, ജനൽ തുറന്നിട്ട മുറിയിലേക്ക് അടിച്ചു കയറുന്ന നല്ല തണുപ്പ്, ശാന്തമായ ഉറക്കം, ഇതെല്ലാം നമുക്ക് സ്വന്തമല്ലേ എന്ന് വിനീത് ചോദിക്കും. എന്റെ വിനീതേട്ടാ, അതുകൊണ്ട് എന്താ ഉപകാരം? വേറൊരിടത്തും ആരും ശ്വസിക്കുകയും ഉറങ്ങുകയും ഒന്നും ചെയ്യുന്നില്ല. അച്ഛനുണ്ടായിരുന്നപ്പോ എല്ലാം ശരിയായിരുന്നു. ഈ കാറ്റും മഴയും മഞ്ഞുമെല്ലാം. ഇപ്പൊ നമ്മുടെ അവസ്ഥ വേറെയാണെന്ന് ഗംഗ പറയുന്നുണ്ട്. അവസ്ഥയൊക്കെ നമുക്ക് റെഡിയാക്കാം ഗംഗ എന്ന് വിനീത് പറയേ. എങ്ങനെ ശരിയാക്കുമെന്നാ? നിളയ്ക്കൊരു ഓപ്പറേഷൻ വന്നപ്പോ നമ്മൾ ആരാന്നോ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കണ്ടേ വിനീതേട്ടാ എന്ന് ഗംഗ ചോദിക്കും. ഇതല്ലേ ഗംഗ ജീവിതം എന്ന് വിനീത് ടെൻഷനോടെ ചോദിക്കേ. ഇതെന്ത് ജീവിതം വിനീതേട്ടാ എന്ന് ഗംഗയും ചോദിക്കുക. സത്യം പറഞ്ഞ പട്ടണത്തിലെ ജീവിതം എനിക്ക് പേടിയാ ഗംഗേ. കരിയും പുകയും വണ്ടിയുടെ ഹോണടിയും. ഒരു രാത്രി പോലും എനിക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ ബാക്കി ജീവിതം മുഴുവൻ? നമുക്ക് നമ്മുടെ സ്വന്തം നാടില്ലേ എന്നവൻ ടെൻഷനോട് ചോദിക്കുന്നു. വിനീതേട്ടാ, ഒരാപത്തുണ്ടാവുമ്പോ നിലവിളിച്ച ഓടി വരാൻ ആളുണ്ടെങ്കിൽ, അത്യാവശ്യത്തിന് ചോദിച്ച ഒരു 10 രൂപ കയ്യിലേക്ക് വെച്ച് തരാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അതിന് നമുക്ക് സ്വന്തം നാടെന്ന് വിളിക്കാം. ഒരു നാട്ടിൽ ജനിച്ചു പോയെന്ന് കരുതി അവിടെ കിടന്ന് തല്ലും ചവിട്ടും അടിയും കൊള്ളണമെന്നില്ല. നമുക്ക് അംഗീകാരവും ആദരവും കിട്ടുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് തേടി പോണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ വിനീതേട്ടാ. കാവേരി എത്രയ്ക്ക് ശ്രമിച്ചു, എന്നിട്ട് ഇപ്പോഴും ജയവും എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നു ജയപാലിനാണല്ലോ എന്ന് ഗംഗ പറയുന്നുണ്ട്. എന്നാലും ഗംഗേ എന്നവൻ ടെൻഷനോടെ വിളിക്കേ. ഇനിയും വിനീതേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വിനീതേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് ഗംഗ പറയുന്നുണ്ട്. അതികൾക്ക് സന്തോഷത്തോടെ. അപ്പോൾ ഗംഗയും തിരുവനന്തപുരത്തിന് പോകുന്നില്ലല്ലേ എന്ന് വിനീത് ചോദിക്കും. ഞാൻ പോവും, പുഷ്പവാടിയിൽ നല്ല കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. വിനീതേട്ടൻ ഇവിടെ മഞ്ഞും മഴയും എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ തന്റെ കയ്യിലുള്ള തുണി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഗംഗ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. നിളയുടെ ഓപ്പറേഷന് വേണ്ടി അവരെയും കൂട്ടരും നിവിന്റെ കല്യാണത്തിന്റെ അന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് സലീമിക്ക നിവിനെ അറിയിക്കുന്നത്. ചാരുലതയോട് യാത്ര പറയാനെത്തിയ കാവേരിക്ക് അവളുടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മൊബൈലും ഡയറിയും അടങ്ങുന്ന തെളിവുകൾ ചാരുലത കൈമാറുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.